കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നൊരു അഭിപ്രായം ചോദിച്ചല്ലോ എല്ലാവരോടും. ആര് മുഖ്യമന്ത്രി ആഗ്രഹം എന്ന അഭിപ്രായം ചോദിച്ചല്ലോ എല്ലാവരോടും. ഇവരോടും ചർച്ചയ്ക്ക് എക്സ്റ്റൻഷൻ കാശ്മീർ തുടങ്ങാം. ഈ അതായത് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചാൽ, UDF ഭൂരിപക്ഷം ലഭിച്ചാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? കാശ്മീർ താജ് ഇബ്രാഹിം ആ ക്യാമറ നോക്കി അങ്ങ് പറഞ്ഞു. വ്യക്തിപരമായ എന്റെ ആഗ്രഹം അത് VD സതീശനാണോ എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞോട്ടെ, അത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം ഇല്ലാതായി പോയ ഒരു കോൺഗ്രസിനെ മുന്നണി നയിച്ചു എന്നതുകൊണ്ടല്ല, ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ബൈ ഇലക്ഷനുകൾ തദ്ദേശം ലോക്സഭ വിജയിപ്പിച്ചു എന്നതുകൊണ്ടല്ല. ഇവിടെ VD സതീശനെ വെള്ളാപ്പള്ളി നടത്തി എതിർക്കുകയാണ്. അതിന് കാരണം രാഷ്ട്രീയമായ കാരണമല്ല എന്ന് അകത്തളങ്ങൾ അന്വേഷിച്ച് നന്നായി മനസ്സിലാക്കാം. VD സതീശനെ G സുകുമാരൻ എതിർക്കുകയാണ്. അതും രാഷ്ട്രീയാതീതമായ കാരണങ്ങളാണെന്ന് അകത്തളങ്ങൾ അന്വേഷിച്ച് അറിയാം. VD സതീശനെ RSSഉം SDPയും പോലെ രണ്ട് വർഗീയ കക്ഷികൾ ഒരുപോലെ എതിർക്കുകയാണ്. അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ ആ നേതാവിന് എന്തോ മെറിറ്റുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അല്ല വീഡിയോയുള്ള സ്നേഹം കൊണ്ടല്ല. RSSഉം SDPയും ഒരാൾ വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോ KR ഗോപികൃഷ്ണൻ അല്ല, ഇതിലൊരു അഭിപ്രായം പറയുന്ന അപക്വമായിരിക്കും എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് ആരാകണമെന്ന് എന്റെ ആഗ്രഹമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, അവർക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഒരു കാരണം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ കാര്യമേ ചർച്ചയായിട്ടുള്ളൂ, അത് ഭരണ തുടർച്ചയോ ഭരണ മാറ്റമോ എന്നുള്ളതാണ്. അപ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നത്. അത് ഭരണമാറ്റത്തിനുള്ള ഒരു വോട്ടായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള ജനങ്ങളുടെ അഭിലാഷമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ പാർട്ടി സംവിധാനമാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചോ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചോ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ല കേരളത്തിലെ മുഖ്യമന്ത്രി സംവിധാനങ്ങൾ അല്ല. അതാ ഞാൻ പറഞ്ഞത്. അതിലെനിക്കൊരു എനിക്കും ഈ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പൊ ആ കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പൊക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാത്തിരുന്ന് കാണാം. അല്ല, ഇപ്പൊ ഈ രംഗത്തുള്ള 3 പേരും ഇതിന് യോഗ്യരാണ് മുഖ്യമന്ത്രിയാകാൻ. അപ്പൊ ആരാണെന്നുള്ളത് MLA-മാരും തെരഞ്ഞെടുക്കപ്പെടുന്ന ദിലീപ് കുമാർ പറഞ്ഞതുപോലെ 3 പേരും യോഗ്യരാണ്. പക്ഷെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയാം. VD സതീശൻ, രമേശ് ചെന്നിത്തല ഇവർ രണ്ടുപേരും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സജീവമാക്കുന്നു. അങ്ങനെ ആ ഒരു വലിയ സംഘർഷ സാഹചര്യം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുകയാണെങ്കിൽ, അതായത് UDF അധികാരം കിട്ടിയാലുള്ള കാര്യമാണ്, രൂപപ്പെടുകയാണെങ്കിൽ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ AC വേണുഗോപാലിനെ ഇങ്ങോട്ട് ഇറക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ടോ എന്നാണ് പറയാം. പക്ഷേ ഈ പോര് ഒരു സാധ്യതയല്ല. എന്തായാലും മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരും. അന്ന് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 24 മുന്നിൽ നിങ്ങൾ തന്നെ ഉണ്ടാകണം. അന്ന് ആരാണ് അധികാരത്തിൽ വരിക, അതിനുശേഷം ഈ ചർച്ച നമുക്ക് ഇനിയും തുടരാമെന്ന് തോന്നുന്നു. പിന്നീട് എന്തായാലും കേരളത്തിൽ നല്ലൊരു സംഘർഷമൊക്കെ നടക്കും. ഇവിടെ മുഖ്യമന്ത്രി കസേര അങ്ങനെ എളുപ്പം തീരുമാനിക്കാൻ പറ്റുന്ന സാധനമെല്ലാം തെളിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.